ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കാസർഗോഡിനും മംഗലാപുരത്തിനുമിടക്ക് സ്ഥിതി ചെയ്യുന്ന ഉള്ളാളം എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി റളിയല്ലാഹു അൻഹു എന്നിവരുടെ ദർഗാ ഷെരീഫ് സന്ദർശിക്കുക എന്നത്. അപ്രതീക്ഷിതമായി ഒരു അവസരം വന്നു കിട്ടി. കൂടാതെ വടക്കേ മലബാറിലെ മറ്റു സിയാറത്ത് കേന്ദ്രങ്ങളും. വൈകുന്നേരം 4:30 മണിക്കായിരുന്നു യാത്ര പുറപ്പെടേണ്ടിയിരുന്നത്. ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. വെട്ടിച്ചിറയിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. വൈകുന്നേരം 5:20 ആയപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഒന്നിച്ചുള്ള സിയാറത്ത് സംഘത്തോടൊപ്പമായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇദ്ദേഹത്തിൻ്റെ പേരാണ് സുബൈർ ഫൈസി പൂളമംഗലം. ഇദ്ദേഹമാണ് ഈ യാത്രയിൽ ഞങ്ങളുടെ അമീർ. ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ സമയം ഏകദേശം 5:50 ആയിരിക്കുന്നു. കോട്ടക്കൽ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. എടരിക്കോട് ടൗൺ കഴിഞ്ഞാൽ ഹൈവേയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പള്ളി ആണ് ഇത്. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 6:15. കക്കാട് ടൗണിൽ എത്തിയിരിക്കുന്നു. ആദ്യ സിയാറത്ത് കേന്ദ്രമായ മമ്പുറം മഖാമിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഏകദേശം 6:20 ആയതോടെ ഞങ്ങൾ മമ്പുറം മഖാം പരിസരത്ത് എത്തി. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിരുന്നു. നമസ്കാരം കഴിഞ്ഞാകാം സിയാറത്ത് എന്ന് വെച്ചു. ദീർഘദൂര യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ നിസ്കാരം ജംഉം കസറും ആക്കാൻ തീരുമാനിച്ചു. ശേഷം ഞങ്ങൾ മമ്പുറം മഖാം സന്ദർശനത്തിലേക്ക്. മഗ്‌രിബ് ബാങ്കിന് 20 മിനിറ്റ് മുമ്പ് മഖാം അടച്ചിരുന്നു. മഖാം തുറക്കുന്നതും അടക്കുന്നതും സമയം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഖാമിന് പുറത്തുനിന്ന് പ്രാർത്ഥന നിർവഹിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ മമ്പുറം മഖാമിൽ ചിലവഴിച്ചു. രാത്രി 8:10 ആയപ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട് രാമനാട്ടുകര എത്തി. കോഴിക്കോട് കണ്ണൂർ ബൈപ്പാസ് റൂട്ടിൽ വാഹനങ്ങളുടെ നല്ല തിരക്കാണ്. ഇവിടെ ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോൾ ബസ് നിർത്തിയിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ ഒരു പെട്രോൾ പമ്പിനടുത്താണ്. ഭക്ഷണം കഴിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. സമയം 10:05 ആയിരിക്കുന്നു. വീട്ടിൽ നിന്നും തയ്യാർ ചെയ്തു വന്ന ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
ബസ്സിലെ ലൈറ്റുകൾ അണച്ചു. ഇനി ഒന്ന് മയങ്ങണം. ഉള്ളാൾ എത്താൻ ഏകദേശം പുലർച്ചെ ആകും. ഉറക്കത്തിനിടയിൽ ആകപ്പാടെ ഒരു ബഹളം കേട്ടു. പുറത്തേക്ക് നോക്കിയപ്പോൾ ബസ് ഇന്ധനം നിറക്കാൻ പമ്പിൽ നിർത്തിയതാണ്. പമ്പിൽ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 12:30 മണി ആയിരിക്കുന്നു. ഈ സമയത്തും ഇത്ര തിരക്കുള്ള പമ്പ് എവിടെയായിരിക്കും? അതെ, മാഹിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ഇവിടെ കേന്ദ്രഭരണ പ്രദേശം ആണ്. ഇവിടെ പെട്രോളിന് ലിറ്ററിന് 93 രൂപയും 80 പൈസയും, ഡീസലിന് 83 രൂപയും 72 പൈസയും. ഏകദേശം നാട്ടിൽ നിന്നും 14 രൂപയുടെ വ്യത്യാസമുണ്ട്. 1 ലിറ്ററിൽ ഏകദേശം 14 രൂപയുടെ വ്യത്യാസം. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയിൽ നല്ല ബ്ലോക്കാണ്. യാത്രക്കിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നീട് കണ്ണു തുറന്നപ്പോൾ കേരള കർണാടക ബോർഡർ എത്തിയിരിക്കുന്നു. സമയം 5:30 മണി. ഇവിടെ നിന്ന് മറ്റൊരു ടൂറിസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ ഉള്ളാൾ മക്കാമിലേക്ക് യാത്ര പോയത്. പുലർച്ചെ സമയം ആയതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങൾ കുറവാണ്. ബോർഡറിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഉള്ളാൾ മഖാമിലേക്കുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ മക്കാം പരിസരത്ത് എത്തി. നിങ്ങൾ ഈ കാണുന്നതാണ് ഉള്ളാൾ മസ്ജിദ്. ഈ പള്ളിയുടെ അരികത്ത് തന്നെയാണ് മഖ്ബറയും സ്ഥിതി ചെയ്യുന്നത്. സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ നിസ്കാരത്തിലേക്ക് നീങ്ങി. ഇതാണ് ഉള്ളാൾ മഖാമിൻ്റെ ഉൾവശം. അതിമനോഹരമായ നിർമ്മിതി ആണ്. സുബ്ഹ് നിസ്കാരത്തിന് ഒത്തുകൂടിയ വിശ്വാസികൾക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പള്ളിയിലെ പ്രധാന ഇമാം. അതിമനോഹരമായിട്ടാണ് അദ്ദേഹം ഒത്തുകൂടിയവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഞാനും അത് കഴിയുന്നതുവരെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്നെ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു കാര്യം, കർണാടക സംസ്ഥാനം ആണെങ്കിലും ഇവിടെ മലയാളത്തിൽ ആണ് അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പിന്നീട് ഞാൻ നേരെ മഖാമിലേക്ക് നടന്നു നീങ്ങി. ഇവിടെ ആണ് സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിമനോഹരമായ അറബി ലിപികളാൽ മനോഹരമാക്കിയിരിക്കുന്നു ഉൾവശം.
മഖ്ബറക്ക് മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള മേൽക്കൂരയും കാണാം. മഖ്ബറക്ക് സമീപം പള്ളിക്കകത്ത് ഒരു ചെറിയ കിണറും കാണാം. അതിൽ ആളുകൾ സംഭാവനയായി പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ കിണറിന് മറ്റു സവിശേഷതകൾ കൂടിയുണ്ട്. പള്ളിയുടെ മുറ്റത്തും ഒരു വലിയ കിണർ ഉണ്ട്. മരുന്ന് കിണർ എന്നാണ് അറിയപ്പെടുന്നത്. ശേഷം ഞാൻ പുറത്തേക്ക് നടന്നു നീങ്ങി. നേരം വെളുത്തിരിക്കുന്നു. സമയം 7 മണിയോട് അടുക്കാറായി. പള്ളിയിന്മേൽ അതിമനോഹരമായ ചിത്രപ്പണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് ഇത്. പള്ളിക്ക് ചുറ്റും പറവകൾ പാറിപ്പറക്കുന്നു. ജീവിതകാലത്തും മരണശേഷവും ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് ഇദ്ദേഹം. മദീനയിൽ നിന്നാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. ബഹറിൽ മുസല്ല വിരിച്ചായിരുന്നു വന്നത് എന്നും ചരിത്രത്തിൽ കാണാം. ഇദ്ദേഹം വഴി ആ നാട്ടിൽ ഒരുപാട് പേർ മുസ്ലിം ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി. ഉള്ളാളിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. മാലിക് ബിൻ ദീനാർ മസ്ജിദിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. പ്രഭാത ഭക്ഷണം അവിടെ നിന്നായിരുന്നു. സിയാറത്ത് പാക്കേജിൽ രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിയിലെയും ഭക്ഷണം ഉൾപ്പെട്ടിരുന്നു. വെള്ളപ്പവും മീൻ കറിയും ആയിരുന്നു പ്രഭാത ഭക്ഷണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് കുളിക്കണം. മസ്ജിദിൻ്റെ താഴ്ഭാഗത്തായി ഒരു കുളം ഉണ്ട്. എന്നാൽ പിന്നെ അതിൽ നിന്നാകട്ടെ കുളി എന്ന് തീരുമാനിച്ചു. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് മാലിക് ബിൻ ദീനാറും 22 അനുയായികളും ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിൽ എത്തിയത്. കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച പള്ളികളിൽ 8ാമത്തെ പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പള്ളി പണിത മാലിക് ബിനു ദീനാർ അല്ല. പിന്നീട് വന്ന മാലിക് ബിനു മുഹമ്മദുൽ ഖുറൈശി എന്ന
സൂഫി വര്യനാണ്. ആ കാണുന്ന രണ്ട് കുബ്ബകൾക്കിടയിലെ ചെറിയ പള്ളിയാണ് മാലിക് ബിനു ദീനാർ മസ്ജിദ്. ഇരുഭാഗത്തും ഉള്ള മസ്ജിദ് പിന്നീട് പണിതതാണ്. ഹിജറ വർഷം 22 റജബ് 13 ഈ പള്ളി പണിതത് എന്ന് അകത്ത് കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. 11 മണിയോടുകൂടി ഇവിടം സന്ദർശനം കഴിഞ്ഞു. അടുത്തതായി ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി എന്ന പ്രദേശത്തെ കാട്ടിലപ്പള്ളി മക്കാം സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. സമയം ഉച്ച 1:30 ആയതോടുകൂടി ഞങ്ങൾ കാട്ടിലപ്പള്ളി മക്കാമിൽ എത്തി. ഇവിടെ ഷേഖുന PKP അബ്ദുസലാം മുസ്ലിയാരും മൗലാന ഷേഖ് ഹസൻ ഹസ്രത്തും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇവിടെ മറ്റൊരു മക്കാമും കൂടിയുണ്ട്. 3 പെറ്റുമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ഉമ്മയും 3 മക്കളും ഉൾപ്പെടുന്ന മക്ബറയാണത്. ഇവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ശേഷം ഞങ്ങൾ സിയാറത്തിലേക്ക്. ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും സന്ദർശിക്കുന്ന ഇടമാണ്. ഇവിടെ ഇവരുടെ ഭർത്താവിൻ്റെ ഒരു കാൽ മാത്രം മറവ് ചെയ്ത സ്ഥലവും ഉണ്ട്. ബാക്കി ഭാഗം രാമന്തള്ളി ശുഹദാക്കളുടെ മക്ബറയ്ക്ക് സമീപത്താണ്. അറേബ്യയിൽ നിന്ന് മതപ്രബോധനത്തിനായി എത്തിയ ഭാര്യയും ഭർത്താവും പ്രദേശത്ത് സഞ്ചരിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരിക്കൽ ഒറ്റക്ക് പോകുന്ന വഴി കാടോത്ത് വയൽ എന്ന സ്ഥലത്ത് എത്തുകയും അവിടെ വെച്ച് പെട്ടെന്ന് പ്രസവ വേദന വരികയും പ്രദേശത്തെ കാട്ടിൽ കയറി കിടക്കുകയും പ്രസവിക്കുകയും ചെയ്തു. നമ്മുടെ ഈ യാത്രയിലെ സിയാറത്ത് കേന്ദ്രങ്ങളിലെ ചരിത്രം പിന്നീട് ചാനലിൽ വിശദമായി എത്തിക്കുന്നതാണ്. 3 കുട്ടികളെ പ്രസവിച്ചെങ്കിലും കുട്ടികളും ഉമ്മയും മരിച്ചുപോയി എന്നതാണ് ചരിത്രം. ഇവിടെ സിയാറത്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ സമയം 2:30 മണി ആയിരിക്കുന്നു. അടുത്ത ലക്ഷ്യം സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞിപ്പള്ളിയിലേക്കാണ്. അവിടെ മലബാർ തീരപ്രദേശങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന ആദ്യ താബിഉകളിൽപ്പെട്ടവരും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ശേഷം ഞങ്ങൾക്ക് പാറപ്പള്ളി മക്കാം സന്ദർശിക്കേണ്ടത് കൊണ്ട് ഇവിടെ കൂടുതൽ സമയം ചിലവഴിക്കാതെ വേഗം പുറപ്പെട്ടു. അപ്പോഴേക്കും സമയം 4:45 കഴിഞ്ഞിരിക്കുന്നു. (6:15) ആയതോടുകൂടി ഞങ്ങൾ കൊയിലാണ്ടിയിൽ എത്തി.
വാഹനം നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 15 മിനിറ്റ് നടന്നു പോകണം പാറപ്പള്ളി മഖാമിൽ എത്താൻ. മഖാമിലെത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഇവിടെ പള്ളിക്കരികിൽ ആദം നബിയുടെ ഒരു കാൽപ്പാടും കാണാം. പാറപ്പള്ളി മഖാം സന്ദർശനത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. 7:30 സമയം. ഈ യാത്രയിലെ ഞങ്ങളുടെ അവസാനത്തെ ലക്ഷ്യസ്ഥാനമായ മടവൂരിലേക്കാണ് അടുത്ത യാത്ര. പാറപ്പള്ളിയിൽ നിന്നും ഏകദേശം 34 കിലോമീറ്റർ സഞ്ചരിക്കണം. 9 മണിയോടുകൂടി ഞങ്ങൾ മടവൂരിലെത്തി. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് CM വലിയുല്ലാഹി എന്ന സൂഫി വര്യനാണ്. ഇവിടെ എത്തിയ ഉടനെ മഗ്‌രിബും ഇശാവും ജംഉം കസ്റും ആക്കി നിസ്കരിച്ചു. മഖ്ബറ ഉൾപ്പെടുന്ന ഭാഗം അതിമനോഹരമാക്കിയിരിക്കുന്നു. മുകൾ ഭാഗത്തായി അതിമനോഹരമായ രീതിയിൽ അറബി എഴുത്തുകൾ കാണാം. മഖാം സിയാറത്തിന് ശേഷം ചെറിയ രീതിയിൽ പർച്ചേസ് നടത്തി. ബർക്കത്തിന് അല്പം മധുരവും മേടിച്ചു. ശേഷം ഭക്ഷണം. 10:30 കൂടി ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.
ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. 10:30 ആയതോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കൂടെ യാത്രാനുഭവങ്ങൾ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചു. ഏകദേശം 1 മണിയോടുകൂടി ബസ് പുത്തനത്താണിയിൽ എത്തിച്ചേർന്നു. വളരെ നല്ല ആത്മീയ അനുഭൂതി നൽകുന്നതായിരുന്നു ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്ര. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി. അങ്ങാടിയിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക്. ഒരു പിടി ഓർമ്മകളുമായി ഞാൻ വീട്ടിൽ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്. ഇതുപോലുള്ള യാത്രകളും ഇസ്ലാമിക ചരിത്രങ്ങളും ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക.